ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സഭ ഇന്ന് കൊഹനെ ഞായറാഴ്ച ആയി ആചരിക്കുകയാണ്. കൊഹനെ ഞായറാഴ്ച എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിൽ നിന്നും വേർപിരിഞ്ഞു പോയ പരേതരായ വൈദികരെ അനുസ്മരിക്കുന്ന ദിവസം കൂടിയാണ്. തിരുസഭ ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: തൻ്റെ ഭവനത്തിലേക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഒരു ഭൃത്യനെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് വിചിന്തനത്തിനായി എടുക്കുന്ന ഭാഗം എന്ന് പറയുന്നതും ഈ വിശ്വസ്തനായ ഭൃത്യനെ കുറിച്ചും, അതുപോലെ തന്നെ ഈ യജമാനൻ തൻ്റെ ദാസനായ ഭൃത്യൻ എപ്രകാരമായിരിക്കണം എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി ഒരു കഥ പറയുവാൻ ആഗ്രഹിക്കുവാണ്. ആ കഥ എന്ന് പറയുന്നത് ഒരു പ്രായം ചെന്ന ഒരു കാവൽക്കാരൻ ഒത്തിരി നാള് കാത്തിരിപ്പിന് ശേഷം അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടി ഒരു യുവാവ് കടന്നു വരികയാണ്. ഈ കാവൽക്കാരന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടൽ തീരത്തുള്ള ലൈറ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഈ പ്രായം ചെന്ന കാവൽക്കാരന്റെ ജോലി എന്ന് പറയുന്നത്. അദ്ദേഹം തൻ്റെ ജോലിയോട് വളരെ വിശ്വസ്തമായും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ തന്നെ സഹായിക്കാൻ വന്ന ആ യുവാവിനോട് അദ്ദേഹം താൻ ചെയ്തിരുന്ന ജോലിയെക്കുറിച്ച് പറയുമ്പോൾ ഈ യുവാവ് വളരെ ശ്രദ്ധയോടുകൂടെ ആ പ്രായം ചെന്ന ആ കാവൽക്കാരൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുകയാണ്. എന്നാൽ ഒരിക്കൽ ഈ പ്രായം ചെന്ന കാവൽക്കാരൻ ഈ യുവാവിനോട് പറഞ്ഞു: മകനെ, നീ നോക്കുക, ഈ കടല് വളരെ ശാന്തമായി കിടക്കുന്നതാണ്. എന്നാൽ ഈ കടലിനകത്ത്, ഈ കടലിൽ വളരെ വലിയ അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ കടല് ശാന്തമാണെന്ന് കരുതി നമ്മൾ ഉറങ്ങുവാനൊന്നും പാടില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പല രാത്രികളിലും ഈ പ്രായം ചെന്ന ഈ കാവൽക്കാരൻ എപ്പോഴും എഴുന്നേറ്റ് നോക്കുന്നുണ്ടായിരുന്നു. തിരി അണഞ്ഞു പോകുന്നുണ്ടോ, എണ്ണ കുറഞ്ഞു പോകുന്നുണ്ടോ, എല്ലാം നോക്കി രാത്രി മുഴുവനും ഈ കടലിൽ കൂടെ പോകുന്ന കപ്പലുകൾക്ക് അദ്ദേഹം വെളിച്ചം കൊടുക്കും. പെട്ടെന്നാണ് ഒരിക്കൽ തൻ്റെ വീട്ടിലേക്ക് പോകുവാൻ ആവശ്യം വന്നപ്പോൾ, വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ഈ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന് ശേഷം പോവുകയാണ്. അപ്പോൾ ഈ പ്രായം ചെന്ന കാവൽക്കാരൻ വളരെ കൃത്യമായി യുവാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: മകനെ, നീ ഒരിക്കലും കടൽ ശാന്തമാണെന്ന് കരുതി ഉറങ്ങിപ്പോകരുത്. കൃത്യമായി എണ്ണയൊക്കെ ഒഴിക്കണം കേട്ടോ. അതിൽ തിരിയുണ്ടോന്നൊക്കെ നോക്കി വളരെ ജാഗ്രതയോടെ ആയിരിക്കണം നീ ഈ ജോലി ചെയ്യുവാൻ. കാരണം കടലിൽ കൂടെയുള്ള സഞ്ചാരമാണ്, കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തെറ്റായ ഡയറക്ഷൻ മൂലം ഏതെങ്കിലും കപ്പലുകൾ വേറൊരു ദിശയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അകപ്പെട്ടിരിക്കുന്ന നൂറുകണക്കിന് ജനങ്ങൾ പിന്നെ ഇല്ലാതായി പോവുകയാണ്. അപ്പോൾ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം ഈ പ്രായം ചെന്ന ഈ വ്യക്തി പോവുകയാണ്, തൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പ്രായം ചെന്ന കാവൽക്കാരൻ ഇല്ലാത്ത ആദ്യത്തെ ദിവസം ഈ യുവാവ് വളരെ തീഷ്ണതയോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ ചെയ്യുന്ന ഓരോ ദിവസവും ഈ യുവാവ് കടല് പരിശോധിക്കുമായിരുന്നു. പരിശോധിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കടലിനെ എപ്പോഴും പോയി നോക്കുമ്പോൾ കടല് വളരെ ശാന്തമായി കിടക്കുന്നതാണ്. അപ്പോൾ ഒരിക്കൽ പെട്ടെന്ന് ഈ യുവാവിന്റെ മനസ്സിലേക്ക് അലസത കയറി വരികയാണ്.
എന്തിനാണ് ഇത്രയും ദിവസം ഞാൻ ഉറക്കമുളച്ചിരുന്നത്? കടല് ശാന്തമായി കിടക്കുന്നു, കടലിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, കപ്പലുകളൊക്കെ സുഗമമായി പോകുന്നു. അപ്പോൾ ഇനി ഞാൻ അല്പസമയത്ത് കിടന്നുറങ്ങാം എന്ന് കരുതി ആ യുവാവ് പെട്ടെന്ന് കിടക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ശക്തമായ കാറ്റും മഴയും, കടലിൽ ഭയങ്കര കോളിളക്കം ഉണ്ടാവുകയാണ്. അപ്പോൾ വലിയൊരു ചരക്ക് കപ്പല് തീരത്തേക്ക് വരുന്നു. വിളക്കുമാടത്തിലെ വെളിച്ചം കാണുന്നില്ല. അപ്പോൾ ഈ കപ്പലിലുള്ള ക്യാപ്റ്റന് അല്ലെങ്കിൽ കപ്പിത്താന് ദിശ ഏതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരുന്നു. കപ്പല് പെട്ടെന്ന് പാറകളുടെ ഇടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കഥ അവസാനിക്കുന്നത് ഇപ്രകാരമാണ്. തൻ്റെ യജമാനൻ അല്ലെങ്കിൽ തൻ്റെ പ്രായം ചെന്ന ആ കാവൽക്കാരൻ പറഞ്ഞൊരു കാര്യം ഇത്രമാത്രമാണ്: ശ്രദ്ധയുണ്ടാകണം, ജാഗരൂകനായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അശ്രദ്ധ മൂലം സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കപ്പലിന്റെ ദിശ മാറിപ്പോയി. ഈ ദിശ മാറിപ്പോയപ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് വളരെ വലിയ ആധിയിൽ ഈ കപ്പിത്താൻ നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു ഇടിമിന്നൽ ഉണ്ടാവുകയും ഈ ഉറങ്ങിക്കിടന്ന യുവാവ് പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത് കത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരുങ്ങുകയാണ്. പക്ഷേ മഴയും കാറ്റും മൂലം അദ്ദേഹത്തിന് തിരി കത്തിക്കുവാനൊന്നും സാധിച്ചില്ല. അപ്പോൾ യുവാവ് വളരെ സങ്കടത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു: ദൈവമേ, നീ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, ഞാൻ ചെയ്തതിന്റെ വലിയ ഒരു പ്രത്യാഘാതം ഈ കപ്പല് പോയി തകരുവാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കടല് ശാന്തമായി, മഴ നിന്നു, കാറ്റ് നിന്നു. ഉടനെ തന്നെ തനിക്ക് കയ്യിലുണ്ടായിരുന്ന ആ വെളിച്ചം കൊണ്ടുപോയി കപ്പലിന്റെ ദിശ കാണിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളായിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുടുംബത്തെ നോക്കുക, കുട്ടികളെ വളർത്തുക, അവരെ പരിപാലിക്കുക, ഇതൊക്കെ ഒരു ഉത്തരവാദിത്തങ്ങളാണ്. അപ്പോൾ ഈ ലോകത്തിലേക്ക് ദൈവം നമ്മെ അയക്കുമ്പോൾ, ദൈവം നമ്മളുടെ കുടുംബജീവിതത്തിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൈവം ദാനം തന്ന കുട്ടികളെ ദൈവവിശ്വാസത്തിൽ വളർത്തുക എന്നതാണ്. അപ്പോൾ ഈ വളർത്തുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമൊന്നുമല്ല. കാരണം ഇന്നത്തെ ഈ തലമുറയിൽ വിശ്വാസങ്ങൾ കുറഞ്ഞു പോവുകയാണ്. വിശ്വാസങ്ങൾ കുറഞ്ഞു പോകുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുവിശേഷ ഭാഗമായി ബന്ധിപ്പിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വളരെ സേഫ് സോണിൽ പോകുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആകുലപ്പെടാറില്ല. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. രാത്രിയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അസൗകര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചതല്ലേ, എന്തിനാണ് വൈകുന്നേരം പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഈ ഒരു അശ്രദ്ധ നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം പണ്ട് കാലങ്ങളിൽ ഞാനും നിങ്ങളും ഒക്കെ വീടുകളിൽ കുടുംബ പ്രാർത്ഥന മുടക്കിയതായി ഒരു കാരണവശാലും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. 7 മണി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും തന്നെ പല ജോലികളിലും ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ പോലും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റിവെച്ച് സന്ധ്യപ്രാർത്ഥനയിൽ പ്രാധാന്യം നൽകുന്നവരാണ്. അന്ന് വളർന്നു വന്ന ഞാനും നിങ്ങളും ഈ വിശ്വാസം വളർത്തിയെടുക്കുവാൻ വേണ്ടി സന്നദ്ധരാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അപ്പോൾ ഈ സുവിശേഷ ഭാഗത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്രകാരമാണ്. തൻ്റെ യജമാനൻ എന്ന് പറയുന്നത് ദൈവമാണ്. ഭൃത്യൻ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഓരോരുത്തരുമാണ്. അപ്പോൾ യജമാനൻ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ പൂർണ്ണമായ സന്തോഷം ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതില് പറഞ്ഞത് ഇപ്രകാരമാണ്: നമ്മുടെ കുട്ടികളെ നമ്മൾ വിശ്വാസത്തിൽ വളർത്തിയെടുക്കണം. ആ കുഞ്ഞുമക്കളെ ദൈവപരിപാലനയിൽ വളർത്തിയെടുക്കുവാൻ പറ്റുമ്പോൾ നഷ്ടപ്പെടാത്ത കുട്ടികളായി നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പഠിക്കുക എന്നതാണ്. പഠനത്തിലൂടെ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം
നിങ്ങൾ പഠിച്ച് നല്ല നിലയിൽ വരുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് അഭിമാനിക്കാം. കാരണം എൻ്റെ കഷ്ടപ്പാട് എൻ്റെ മക്കൾക്ക് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി എൻ്റെ കുട്ടികളെ എനിക്ക് പഠിപ്പിക്കുവാൻ പറ്റി എന്നതിനെ കുറിച്ച് സന്തോഷിക്കുവാൻ മാതാപിതാക്കന്മാർക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: നമ്മളെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത്. അപ്പോൾ ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്. അവസാനത്തെ ഭാഗം ഒന്ന് എടുക്കാം. 51 വാക്യത്തിൽ ഇപ്രകാരമാണ്: താൻ ഏൽപ്പിച്ചു പോയ, യജമാനൻ ഏൽപ്പിച്ചു പോയ സഹഭൃത്യൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തൻ്റെ യജമാനൻ താമസിച്ചേ വരുമോ എന്ന് പറഞ്ഞ് തൻ്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപാന്മാരുടെ ഇടയിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം പാനം ചെയ്യുവാനും തുടങ്ങിയപ്പോൾ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും മണിക്കൂറിലുമാണ് യജമാനൻ വന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ദൈവം എപ്പോഴാണ് നമ്മളെ വിളിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ജീവിതത്തിലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് ഈ സന്നിധിയിൽ നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് 2 വെള്ള തുണിയിൽ തുടങ്ങുന്നതാണ്. 2 വെള്ള തുണി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ മാമോദിസ സ്വീകരിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മാമോദിസ സ്വീകരണം കഴിഞ്ഞ് നമ്മെ തൈലത്താൽ പൂശി, ആ പൂശിയതിന് ശേഷം അതെല്ലാം തുടച്ച് നമ്മളെ മുത്തുകയാണ്. പണ്ടുള്ള ദേവാലയങ്ങളിൽ നമ്മുടെ മാമോദിസ തൊട്ടി എന്ന് പറയുന്നത് പള്ളിയുടെ പുറകുവശത്താണ്. അപ്പോൾ ഈ പുറകുവശത്ത് വെച്ച് മാമോദിസ സ്വീകരിച്ച് ദൈവിക ചൈതന്യം നമ്മളിലേക്ക് കടന്നു വന്ന് കുദാശയുടെ ആ സമയത്ത് നമ്മളിലേക്ക് പൂശപ്പെടുന്ന ഒരു നല്ല മണവും നല്ല ആ സുഗന്ധവുമായി നമ്മളെ വെള്ള കുപ്പായത്തില് പൊതിഞ്ഞ് നമ്മളെ അൾത്താരയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളെ ചുമന്ന കാർപ്പറ്റിലൂടെ നടന്ന് നീങ്ങി നമ്മെ കൊണ്ട് നിർത്തുന്ന സ്ഥലമുണ്ട്. അവിടെ വെച്ച് നമ്മുടെ മാമോദിസ സ്വീകരണ ശേഷം നമ്മൾ പോവുകയാണ്. ഈ ലോകത്ത് നമ്മൾ ഓടുകയാണ്. പക്ഷെ ഈ ഓട്ടം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ ഈ അവസാനിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് വീണ്ടും വെള്ള തുണിയിൽ മൂടപ്പെട്ട് വീണ്ടും ആ ചുമന്ന കാർപ്പറ്റിലുള്ള ഒരു വെള്ള തുണിയാൽ നമ്മളെ കടത്തുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ ഈ മാമോദിസ തൊട്ടി മുതൽ നമ്മുടെ ഈ കാർപ്പറ്റ് വരെയുള്ള, അല്ലെങ്കിൽ ഈ അൾത്താരയുടെ മധ്യഭാഗത്ത്, പള്ളിയുടെ മധ്യഭാഗത്ത് വരെയുള്ള ദൂരം എത്രമാത്രമാണോ അത്രമാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ലോകത്തു നിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും നമ്മളെ ദൈവം വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ ദൈവം സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ യജമാനൻ തൻ്റെ ഭൃത്യനെ ചെയ്തത് എന്താണെന്ന് ഈ വചനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ അവനെ ശിക്ഷിക്കുകയും കപട നാട്ടുകാരുടെ കൂട്ടത്തില് തള്ളുകയും ചെയ്യുന്നുണ്ട്. അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിലും തിന്മ ചെയ്തു കഴിഞ്ഞാൽ നരകത്തിലും പോകുമെന്നുള്ളത് കറക്റ്റായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് ദൈവം പറഞ്ഞു വെക്കും ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ ഇന്ന് ഞായറാഴ്ച ദിവസം ധ്യാനിച്ച ഈ ഒരു വചനഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്രകാരമാണ്: എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.